ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ അർജന്റീന ടീമിനെയും സൂപ്പർ താരം ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കുമെന്ന അവകാശവാദത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ GST വെട്ടിപ്പിൽ അന്വേഷണം നാളെ തുടങ്ങും. മത്സരത്തിന്റെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി GST ഇനത്തിൽ അടയ്ക്കേണ്ടിയിരുന്ന 22.68 കോടി രൂപ നികുതി കുടിശ്ശിക വരുത്തിയതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. GST ഡെപ്യൂട്ടി കമ്മീഷണർ C. ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം നാളെ കാഞ്ഞങ്ങാട് GST ഓഫീസിലെത്തി പരിശോധന തുടങ്ങും. കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് വിഭാഗമാണ് തട്ടിപ്പാദ്യം കണ്ടെത്തിയത്. സംഭവത്തിൽ കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസറുടെ മൊഴി SIT രേഖപ്പെടുത്തും. റിപ്പോർട്ടർ കമ്പനിക്ക് തുടർച്ചയായി 5 തവണ നോട്ടീസ് അയച്ചിട്ടും നികുതി അടയ്ക്കാതിരുന്നിട്ടും തുടർ നടപടികൾ വൈകിയതിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടും. അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ബുധനാഴ്ചയോടെ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ വ്യാജ സ്പോൺസർഷിപ്പ് വാഗ്ദാനങ്ങളിലും മറ്റ് അഴിമതികളിലും സർക്കാരിന്റെയും വിജിലൻസിന്റെയും അന്വേഷണം ഉടൻ ഉണ്ടായേക്കും. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാൻ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയെന്നാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ അവകാശപ്പെട്ടിരുന്നത്. വിദേശത്തേക്ക് ഇത്രയും വലിയ തുക സേവനത്തിനായി കൈമാറുമ്പോൾ അതിൽ 22.68 കോടി രൂപ GST ആയി സർക്കാരിൽ അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഈ തുക അടച്ചില്ലെന്ന് 2025 ജൂണിൽ തന്നെ കാഞ്ഞങ്ങാട് GST വിഭാഗം കണ്ടെത്തിയിരുന്നു. തുടർന്ന് കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് ഓഫീസ് 5 തവണ നോട്ടീസ് നൽകിയിട്ടും റിപ്പോർട്ടർ കമ്പനി അത് പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത്. നോട്ടീസുകൾ നൽകിയിട്ടും കമ്പനിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാതിരുന്നതിൽ ഉദ്യോഗസ്ഥർക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നോ എന്ന കാര്യവും SIT അന്വേഷിക്കും. പിന്നീട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ വീണ്ടും സമൻസ് അയച്ചിരുന്നു. ഇതിനിടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ മുന്നിൽ നിന്ന കാഞ്ഞങ്ങാട്ടെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ലഭിച്ച പരാതികളുടെയും മാധ്യമവാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് നികുതി വെട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കാൻ വിപുലമായ അധികാരത്തോടെ 5-അംഗ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. GST ഡെപ്യൂട്ടി കമ്മീഷണർ ബ്രിജേഷ് C. നയിക്കുന്ന സംഘത്തിൽ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറും 3 അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമാണുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ടർ കമ്പനിയുടെ ഫയലുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇ-വേ ബില്ലുകൾ, നികുതി റിട്ടേണുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ സംഘം വിശദമായി പരിശോധിക്കും. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കായിക വകുപ്പും അന്വേഷണം നടത്തിയിരുന്നു. സ്പോർട്സ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് IAS തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ മുൻ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിന്റെയും കമ്പനിയുടെയും നടപടികളിൽ കടുത്ത ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. 126 കോടി രൂപ AFIക്ക് കൈമാറിയെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും തുക കൈമാറിയതിനോ ലഭിച്ചതിനോ ഉള്ള ഔദ്യോഗിക രേഖകളൊന്നും തന്നെ സർക്കാരിന്റെ കൈവശമില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ടെൻഡർ നടപടികളോ പരസ്യലേലമോ ഇല്ലാതെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സ്പോൺസർഷിപ്പ് അനുമതി നൽകിയത്. കായിക വകുപ്പിലെ പല സുപ്രധാന ഫയലുകളും ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങളും കാണാതായതും ഭരണ സംവിധാനം ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കായി ദുരുപയോഗം ചെയ്തു എന്നതും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്.